ഹലോ എവ്രി വൺ, വെൽക്കം ടു എ ന്യൂ സെഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചൈൽഡ് റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള BEd സെക്കൻഡ് സെമസ്റ്റർ പേപ്പറിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ സെക്കൻഡ് സെഷൻ ആണ് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിന്റെ പേര് കൺസെപ്റ്റ് ഓഫ് ചൈൽഡ് റൈറ്റ് എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ഇതിന്റെ ഫസ്റ്റ് സെഷൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്താണ് ചൈൽഡ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്, ഇതിനെ എങ്ങനെയൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. നമ്മുടെ ഇന്ത്യയിലും അതുപോലെ തന്നെ തമിഴ്നാട് ബേസ് ചെയ്തിട്ടും വർക്ക് ചെയ്യുന്ന മേജർ NGOs, അതായത് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ ഫസ്റ്റ് സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ സെക്കൻഡ് സെഷനിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. സോ ഈ ഒരു സെഷനിൽ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്റോറിക് ട്രീറ്റ്മെന്റ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളെ ഹിസ്റ്ററി ബേസ് ചെയ്തിട്ട് അല്ലെ, നമ്മുടെ ഒരു ആൻഷ്യൻ കാലഘട്ടം തൊട്ട് കുട്ടികളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്ത് വരുന്നത്, ആ ഒരു പഴയ രീതിയിൽ പഴയ സെഞ്ചുറീസ് അല്ലെ കാലഘട്ടങ്ങളിൽ കുട്ടികൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കുറച്ച് ഹിസ്റ്ററി നമുക്ക് ചെക്ക് ചെയ്യാം. ഇനി ദ എമർജൻസി ഓഫ് ചൈൽഡ് റൈറ്റ് ഈസ് മെയിൻലി അസോസിയേറ്റഡ് വിത്ത് ദ ഇഷ്യൂസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, നോൺ ഡിസ്ക്രിമിനേഷൻ, ഈക്വാളിറ്റി ആൻഡ് എംപവർമെന്റ്. ഈ ചൈൽഡ് റൈറ്റിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇതൊരു എമർജന്റ് കേസ് ആണ് എന്നുള്ളത് വരാനുള്ള പ്രധാനമായിട്ടുള്ള കാര്യം ആ കാലഘട്ടങ്ങളിൽ സൊസൈറ്റിയിൽ നേരിടുന്ന പലതരം ഇഷ്യൂസ് ആയിരുന്നു. സോഷ്യൽ ഇൻജസ്റ്റിസ്, പലതരത്തിലുള്ള ഇൻജസ്റ്റിസുകൾ, നോൺ ഡിസ്ക്രിമിനേഷൻസ്, അല്ലെങ്കിൽ ഇത്തരം ഡിസ്ക്രിമിനേഷൻ ഇല്ലാതാക്കുക, സോഷ്യൽ ജസ്റ്റിസ് കൊണ്ടുവരിക, ഇക്വാളിറ്റി കൊണ്ടുവരണം, എംപവർമെന്റ് കൊണ്ടുവരണം എന്നുള്ള ടാർഗറ്റോടു കൂടിയാണ്, അല്ലെങ്കിൽ അന്ന് ഫേസ് ചെയ്തിരുന്ന പല പ്രശ്നങ്ങളും ഇല്ലാതാക്കി ഇത്തരം നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ഒരു ഇക്വാളിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ കാലഘട്ടങ്ങളിൽ ചൈൽഡ് റൈറ്റിന് ഇമ്പോർട്ടൻസ് ഇത്രത്തോളം കൊണ്ടുവന്നത് കേട്ടോ. ദ ഗവൺമെന്റ് അലോങ് വിത്ത് മെനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് യൂണിസെഫ് ഹാസ് ബീൻ ടയർലെസ്ലി വർക്കിംഗ് ഇൻ ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് പോളിസീസ് ഫോർ പ്രൊട്ടക്ഷൻ ആൻഡ് ഓവറോൾ ഗ്രോത്ത് ഓഫ് ചിൽഡ്രൻ ഇൻ ഇന്ത്യ. ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ കൂടെ തന്നെ കൈകോർത്ത് വേറെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും അല്ലെ, പ്രധാനമായിട്ടും യൂണിസെഫിനെ കുറിച്ചിട്ടും UNCRCനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു. അപ്പൊ ഇത്തരം ഓർഗനൈസേഷൻസ് ഗവൺമെന്റിന്റെ കൈയോടുകൂടെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു സഹായത്തോടു കൂടെ അവര് രാവും പകലും ഒരു എന്താ പറയാ ടയർലെസ്ലി ദേ വർ വർക്കിംഗ് അല്ലെ, എന്തിനു വേണ്ടിയിട്ട്? കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരുപാട് പോളിസീസ് നിലവിൽ കൊണ്ടുവരാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും ഓവറോൾ ഒരു ചൈൽഡ് ഗ്രോത്ത് ഡെവലപ്മെന്റിന് ഒക്കെ എല്ലാം വേണ്ടിയിട്ടാണ് ആ കാലഘട്ടങ്ങളിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ട്രീറ്റ്മെന്റ് ഓഫ് ചിൽഡ്രൻ അപ് ടു ദ മിഡീവൽ ഏജ്. മിഡീവൽ ഏജ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 5th സെഞ്ചുറി തൊട്ട് ഒരു 15th സെഞ്ചുറി അല്ലെങ്കിൽ ഒരു 17th സെഞ്ചുറി ആ ഒരു കാലഘട്ടത്തിനെയാണ് കേട്ടോ നമ്മൾ മിഡീവൽ ഏജ് എന്ന് പറയുന്നത്. ബുദ്ധിമുട്ടാണ് കുട്ടികൾ നേരിടുന്നത് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫ്രം 11th to 17th century, India went through a difficult time because the invasion by groups like the Arabs, Turks, Afghans and Mughals. ഈ ഒരു 11 to 17 കാലഘട്ടങ്ങളിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്ന ഒരു സമയമായിരുന്നു. ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ആ കാലഘട്ടങ്ങളിൽ നമ്മളെ ഇന്ത്യയിലോട്ട് കടന്നു വന്ന അറബ്സ് ആയിക്കോട്ടെ, അഫ്ഗാൻസ് ആയിക്കോട്ടെ, മുഗൾസ് ആയിക്കോട്ടെ, ഇവരെല്ലാം അന്ന് ഇന്ത്യയിലോട്ട് പര്യടനം നടന്നി വരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ ഇത്തരം അറബ്സിന്റെ എല്ലാം ഈ ഒരു കടന്നു കയറ്റം ഇന്ത്യയിൽ അന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യന്റെ സാമ്പത്തികം അല്ലെ, ഇന്ത്യൻ കൾച്ചറിനെ ഇത് ഒരുപാട് ഡാമേജ് ചെയ്തു. ഇന്ത്യന്റെ സാമ്പത്തികം ഒരുപാട് ബുദ്ധിമുട്ട് നേരിട്ടുണ്ടായിരുന്നു ഈ ഒരു കടന്നുകയറ്റത്തിലൂടെ. ഈ ഒരു പ്രശ്നത്തിന്റെ കൂടെ ഏറ്റവും കൂടുതൽ സൊസൈറ്റിയിൽ ബുദ്ധിമുട്ട് നേരിട്ടത് കുട്ടികളായിരുന്നു. ഓക്കെ, നമ്മുടെ എക്കണോമിക് കണ്ടീഷൻസ് ആ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര വേഴ്സ് ആയിരുന്നു. നമുക്കറിയാം ഇന്ത്യന്റെ വെൽത്തിനെ ഇത് ബാധിക്കും എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് എല്ലാ തരത്തിലും ഇന്ത്യ വളരെയധികം ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു ആ ഒരു മിഡീവൽ ഏജ്. അപ്പോൾ ഫുഡിനായിക്കോട്ടെ, വെള്ളത്തിനായിക്കോട്ടെ എല്ലാം വളരെയധികം ബുദ്ധിമുട്ട് ആ കാലഘട്ടങ്ങളിൽ നേരിട്ടിരുന്നു. ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുക എന്തായാലും കുട്ടികളെ തന്നെയാണ് അല്ലെ. സോ ആ ഒരു ബുദ്ധിമുട്ട് അന്നുണ്ടായിരുന്നു. Families, especially in rural areas, were not able to afford nutritious food and other basic facilities for their children. ഫാമിലി ആണെങ്കിലോ
പ്രത്യേകിച്ച് റൂറൽ ഏരിയാസിൽ താമസിക്കുന്ന ഫാമിലീസ്, തന്റെ കുട്ടിക്ക് അല്ലെങ്കിൽ തന്റെ ഫാമിലിയിലുള്ള ചെറിയ കുട്ടികൾക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ സാധിക്കാതെ, അതിനുള്ള ഒരു ശേഷി ഇല്ലാതെ പല ഫാമിലീസും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ ഒരു കാലഘട്ടങ്ങളിൽ നേരിട്ടിരുന്നു. ഫോക്കസ് ഓൺ ബേസിക് എഡ്യൂക്കേഷൻ സ്ലോലി ഫേഡഡ് അവേ. ബേസിക് എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു വന്നിരുന്ന ആ ഒരു സ്ലോഗൻ അല്ലെ, അല്ലെങ്കിൽ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്ന ആ ഒരു സംഭവം എല്ലാം പിന്നീട് എന്താണ്, ഇല്ലാതായി അല്ലെങ്കിൽ കുറഞ്ഞു വരികയാണ് ആ ഒരു സമയത്ത് ബുദ്ധിമുട്ട് കാരണം ഉണ്ടായത്. എലമെന്ററി എഡ്യൂക്കേഷൻ among the Hindus was given to those belonging to higher castes like Brahmins and Kshatriyas. ഇനി എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ടെങ്കിലോ, എലമെന്ററി എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഉയർന്ന കാസ്റ്റിലുള്ള ആളുകൾക്ക് അല്ലെ, പ്രധാനമായിട്ടും ഹിന്ദുസിൽ ബ്രാഹ്മിൻസും ക്ഷത്രിയാസും ആണ് ഉള്ളത്. ഇവർക്കാണ് ഏറ്റവും കൂടുതൽ എലമെന്ററി എഡ്യൂക്കേഷൻ കിട്ടിക്കൊണ്ടിരുന്നത് ആ ഒരു കാലഘട്ടങ്ങളിൽ. ഇനി among Muslims, basic education was given to those belongs to upper class families. ഇനി ഹിന്ദുസില് അപ്പർ ക്ലാസ് ഹയർ കാസ്റ്റിന് എഡ്യൂക്കേഷൻ കിട്ടിയതുപോലെ തന്നെ മുസ്ലിംസിന്റെ ഇടയിലും അപ്പർ ക്ലാസ് ഫാമിലീസിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് ആ കാലഘട്ടങ്ങളിൽ ബേസിക് എഡ്യൂക്കേഷൻ കിട്ടിക്കൊണ്ടിരുന്നത്. ഗേൾസ് were rarely given education compared with boys. ആ ഒരു കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും പെൺകുട്ടികളാണ് കേട്ടോ മുസ്ലിംസ് പ്രശ്നങ്ങൾ നേരിട്ടത്. കാരണം ഓൾറെഡി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വരുന്ന ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അപ്പർ ക്ലാസ് ഫാമിലീസിലുള്ള ആളുകൾക്കെല്ലാം ബോയ്സിനെ മാത്രം അല്ലെങ്കിൽ ആൺകുട്ടികളെ മാത്രം എഡ്യൂക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്ന ഒരു ഇഷ്യൂ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. സോ പെൺകുട്ടികളെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് അന്ന് ആൺകുട്ടികൾക്കാണ് ഫാമിലീസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഗേൾ സ്റ്റാറ്റസ് റിമൈൻഡ് ഇൻഫീരിയർ വെൻ കമ്പയർഡ് ടു ബോയ്സ്. ബോയ്സിനെ വെച്ച് നോക്കുമ്പോൾ ബോയ്സിന് ഒരു സുപ്പീരിയർ പവറും ഗേൾസിന് ഒരു ഇൻഫീരിയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ബോയ്സ് ആ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പ്രധാനമായിട്ടും ആ ഒരു കാലഘട്ടങ്ങളിൽ കാണുന്നുണ്ടായിരുന്നു മുസ്ലിംസിന്റെ ഇടയിലും. ഓക്കെ, സോ ഈ ഒരു മിഡീവൽ ഏജിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കുട്ടികളും നമ്മുടെ ഇന്ത്യയും നേരിട്ടിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരീഡ് ഇൻ ഇന്ത്യ. ഇനി നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷ് കാലഘട്ടം അല്ലെ, ബ്രിട്ടീഷ് ഭരിച്ചിരുന്ന ആ ഒരു കാലഘട്ടങ്ങളിൽ കുട്ടികളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരുന്നതെന്ന് നോക്കാലോ. എന്തായാലും നമുക്കറിയാം എന്തായിരിക്കും, ഇപ്പൊ ഇത്രയും ഡിസ്കസ് ചെയ്തതിനെ കുറിച്ചിട്ട് തന്നെ നമുക്കൊരു ഐഡിയ എന്തായാലും കിട്ടും. ദ ചിൽഡ്രൻ ഹു ബിലോങ്സ് ടു ലോവർ ക്ലാസ് ഫാമിലീസ് were troubled a lot during British rule. ബ്രിട്ടീഷ് ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടങ്ങളില് ലോവർ ക്ലാസ് ഫാമിലീസിലുള്ള കുട്ടികൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഡ്യൂറിംഗ് ദിസ് ടൈം പീരിയഡ് എക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ chaos were happening throughout the nation. ഈ ബ്രിട്ടീഷ് ഭരിച്ചിരുന്ന ആ ഒരു സമയത്ത് ത്രൂ ഔട്ട് നമ്മളെ നേഷൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടായിരുന്നു. സാമ്പത്തികമായിട്ടും പൊളിറ്റിക്കൽ പരമായിട്ടും ഒരുപാട് പ്രശ്നങ്ങളും ഇഷ്യൂസും ഇന്ത്യ തന്നെ നേരിട്ടുകൊണ്ടിരുന്ന ആ ഒരു സമയമായിരുന്നു ബ്രിട്ടീഷ് കാലഘട്ടം എന്ന് പറയുന്നത്. ചിൽഡ്രൻസ് were brutally and physically punished during the growth of British imperialism. ഇനി ആ ഒരു ബ്രിട്ടീഷ് ഭരണകാലത്ത് അല്ലെ കുട്ടികളെ വളരെ ഫിസിക്കലി എന്താ പറയാ ബ്രൂട്ടലായിട്ടും ഫിസിക്കലായിട്ടും കുട്ടികളെ ഒരുപാട് പണിഷ്മെന്റ് ആ കാലഘട്ടങ്ങളിൽ കുട്ടികള് ബ്രിട്ടീഷ് കാലഘട്ടം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ട് വരുന്ന ഒരു കാലഘട്ടമായിരുന്നു കേട്ടോ. നമ്മൾ ആ ഇമ്പീരിയൽ ഏജ് പറഞ്ഞത് മുതൽ ബ്രിട്ടീഷ് പിന്നീട് വന്ന സമയത്തൊക്കെ ത്രൂ ഔട്ട് ഈ ഒരു ഇഷ്യൂസ് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രീറ്റ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ സ്ട്രഗിൾ ആൻഡ് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരീഡ്. ഇനി ഇന്ത്യ സ്ട്രഗിൾ നേരിട്ടുകൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടങ്ങളിലും പിന്നീട് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷവും എങ്ങനെയാണ് കുട്ടികളെ ട്രീറ്റ് ചെയ്തിരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ കാര്യമാണ് പറയുന്നത്. ഗ്രേറ്റ് എഫേർട്സ് and initiatives were undertaken by the leaders like Mahatma Gandhi, Lala Lajpat Rai, Lal Bahadur Shastri, which stipulates the Indians and awake them on various forms like illiteracy, child marriage or neglected upbringing of children. ഇനി ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ എന്താ പറയാ ഗ്രേറ്റ് ലീഡേഴ്സ് അല്ലെ, മഹാത്മാഗാന്ധി, ലാലാ ലജ്പത് റായ്, ഇത്തരം ഗ്രേറ്റ് ലീഡേഴ്സ് അന്ന് അവർ ഒരുപാട് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് അവർ ഒരുപാട് എഫേർട്സ് എടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? നമ്മളെ ഇന്ത്യയിലുള്ള ലിറ്ററസി പ്രോബ്ലം, കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കാതിരിക്കുന്ന ആ ഒരു വിഷയം, ചൈൽഡ് മാരേജ് ആ ഒരു സമയത്ത് വളരെ ക്രൂഷ്യലായിട്ട് നടക്കുന്ന ഒരു കാര്യമായിരുന്നു.
ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ കുട്ടികളെ നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ അല്ലെ, മാറ്റപ്പെട്ട അല്ലെങ്കിൽ ഒഴിച്ചു നിർത്തിയ കുട്ടികളെ അപ്ബ്രിങ്ങിങ് ചെയ്യുക. ഇതിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അന്നത്തെ ലീഡേഴ്സ് ഒരുപാട് എഫേർട്സും ഇനീഷ്യേറ്റീവ്സും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ടിവിറ്റീസ് ലൈക്ക് സോഷ്യൽ ആക്ഷൻ വേർ ടേക്കൺ ടു ഓവർകം ദ വീക്ക്നെസ് ഇൻ സൊസൈറ്റി ആൻഡ് ഡെവലപ്പ് സെൽഫ് റിലയന്റ് ആറ്റിറ്റ്യൂഡ്സ് ഇൻ ഇന്ത്യ. അന്ന് നമ്മുടെ സമൂഹത്തില് എന്താണോ വീക്ക് ആയിട്ടുണ്ടായിരുന്നത് അല്ലെ, നമ്മുടെ സമൂഹത്തിനെ താഴ്ത്തി നിർത്തുന്ന അല്ലെങ്കിൽ വളരെ വീക്കായിട്ട് കാണിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അന്നുണ്ടായിരുന്നു. അതിനെല്ലാം എതിരെയായിട്ട് പല സോഷ്യൽ ആക്ഷൻ ആക്ടിവിറ്റീസും ഇത്തരം ലീഡേഴ്സ് നമ്മളെ ഇന്ത്യന്റെ അപ്ബ്രിങ്ങിന് വേണ്ടിയിട്ടും നമ്മുടെ ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ഒരുപാട് ആക്ടിവിറ്റീസ് അന്ന് ഈ ലീഡേഴ്സ് കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നു. സോഷ്യൽ കൺസേൺസ് ഫോർ ചിൽഡ്രൻ ഗെയിൻഡ് സിഗ്നിഫിക്കൻസ് ഡ്യൂറിംഗ് ദ ഫോർമുലേഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ രൂപീകരിക്കുന്ന സമയത്തും കുട്ടികളെ ബേസ് ചെയ്തിട്ട് ഒരുപാട് കൺസേൺസ് അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ അന്ന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഫോർ പ്രോപ്പർ സ്ട്രക്ചറിങ് ആൻഡ് ഷേപ്പിംഗ് ഓഫ് ചിൽഡ്രൻസ് ഫ്യൂച്ചർ ഇൻ ഇന്ത്യ, വേരിയസ് ലോസ് ലൈക്ക് റിഫോർമേറ്ററി സ്കൂൾസ് ആക്ട് were taken as an initial effective step for creating a suitable environment for children to grow and development. ആ ഒരു കാലഘട്ടങ്ങളിലും ഇന്ത്യയിലുള്ള കുട്ടികളുടെ ഫ്യൂച്ചറിനെ ഷേപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സ്ട്രക്ചർ അവർക്ക് എഡ്യൂക്കേഷനിൽ കൊണ്ടുവരാനും ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും അതിൽ പറയുന്ന വൺ ഓഫ് ദി ഇനീഷ്യേറ്റീവ് ആണ് റീഫോർമേറ്ററി സ്കൂൾ ആക്ട് എന്ന് പറയുന്നത്. ഈ ഒരു ആക്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും ഒരു ബ്രൂട്ടൽ കേസ് അല്ലെങ്കിൽ ഒരു ഹാം ആയിട്ടുള്ള ഒരു കേസിൽ കുട്ടികൾ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ പ്രിസണിലോട്ട് വിടുന്ന ഒരു സിസ്റ്റം ആയിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷെ അത് മാറ്റി ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്ന കുട്ടികളെ നമ്മൾ പറയും ദുർഗുണ പരിഹാര പാഠശാല അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയും, സ്പെഷ്യൽ സ്കൂൾ സിസ്റ്റം. അപ്പൊ പ്രിസണിൽ വിടുന്നതിന് അല്ലെങ്കിൽ ജയിലിൽ വിടുന്നതിന് പകരം ഇത്തരം സ്പെഷ്യൽ സ്കൂളിലോട്ട് ഇത്തരം അക്രമങ്ങൾ ചെയ്ത കുട്ടികളെ വിടുന്ന ആ ഒരു ലോ, ഇതെല്ലാം നമ്മുടെ ഇന്ത്യൻ കൾച്ചറിനെയും ഇന്ത്യൻ ചിൽഡ്രൻസിന്റെ ഫ്യൂച്ചറിനെ എല്ലാം ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് വരുത്തിയ ഒരു മാറ്റമാണ് ഈ ഒരു റീഫോർമേറ്ററി ആക്ട് എന്ന് പറയുന്നത്. അത് കുട്ടികളുടെ ഒരു ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടും എല്ലാമാണ് പല മാറ്റങ്ങളും ആ കാലഘട്ടങ്ങളിൽ കൊണ്ടുവന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് യൂണിസെഫ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സെഷനിൽ പറഞ്ഞിട്ടുള്ള ഒരു വേർഡാണ് യൂണിസെഫ് എന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു യൂണിസെഫ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ ഫ്രീഡം ലഭിച്ചതിന് ശേഷമൊക്കെയാണ് യൂണിസെഫിന്റെ എല്ലാം ഇൻവോൾവ്മെന്റും എസ്റ്റാബ്ലിഷ്മെന്റും എല്ലാം വന്നത്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് യൂണിസെഫ് ഓപ്പറേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് 1969 കേട്ടോ. 1969 തൊട്ടാണ് യൂണിസെഫിന്റെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഇന്ത്യയിൽ കണ്ടു തുടങ്ങിയത്. It has been an active partner of the government in organizing various programs and activities for growth and development of children in India. ഗവൺമെന്റിന്റെ കൈകോർത്തുകൊണ്ട് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒപ്പം ഒരു ആക്റ്റീവ് പാർട്ട്ണർ ആയിട്ട് അന്ന് തൊട്ടേ 1969 തൊട്ടേ ഗവൺമെന്റിന്റെ കൂടെ യൂണിസെഫ് പ്രവർത്തിച്ചു വരുന്നുണ്ട്. വേരിയസ് പ്രോഗ്രാംസ് ആൻഡ് ആക്ടിവിറ്റീസ് കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള ഒരു അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ടും ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ഗ്രോത്തിന് വേണ്ടിയിട്ടും ഗവൺമെന്റിന്റെ കൈകോർത്ത് തന്നെ യൂണിസെഫ് പലതരത്തിലുള്ള ആക്ടിവിറ്റീസും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ കൊളാബറേഷൻ വിത്ത് യൂണിസെഫ് runs various programs to support child rights of teenagers and women for their basic survival, all-round growth, upliftment. അതായത് യൂണിസെഫിന്റെ കൂടെ, അതായത് ഗവൺമെന്റിന്റെ കൂടെ യൂണിസെഫ് അതേ ആ ഒരു ലെവലിൽ തന്നെ പലതരത്തിലുള്ള പ്രോഗ്രാംസ്, പ്രധാനമായിട്ടും കുട്ടികൾക്ക്, ടീനേജേഴ്സിന് വേണ്ടിയിട്ടും വിമൻസിന്റെ ബേസിക് സർവൈവലിന്റെ വേണ്ടിയിട്ടും, കുട്ടികളുടെ ഒരു ഓൾറൗണ്ട് ഗ്രോത്ത്, അവരുടെ ഒരു അപ്ലിഫ്റ്റ്മെന്റ്, കുട്ടികളെ കോൺസ്റ്റന്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ജെൻഡർ ബേസ്ഡ് അല്ലെങ്കിൽ കാസ്റ്റ് ബേസ്ഡ്, റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഇനിക്വാളിറ്റീസിനെ ഇല്ലാതാക്കുക, ഇതെല്ലാം വേണ്ടിയിട്ടാണ് യൂണിസെഫ് അന്ന് ഗവൺമെന്റിന്റെ കൂടെ ഇത്രയും എഫേർട്ട് അന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. Okay, next is understanding child right from the perspective of affected people. ഇനി നമ്മൾ ഈ ചൈൽഡ് റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ചിൽഡ്രൻ എല്ലാം നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ട് അല്ലെ. ഇനി ഇതെല്ലാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു
കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു കുട്ടി, എഫക്റ്റഡ് പീപ്പിൾ എന്നാണ് നമ്മൾ അവരെ പറയാ അല്ലെ. അപ്പൊ അത്തരം എഫക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുടെ പെർസ്പെക്റ്റീവിൽ നിന്നും എന്തായിരിക്കണം ചൈൽഡ് റൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ചൈൽഡ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ഇൻ ദ പെർസ്പെക്റ്റീവ് ഓഫ് എഫക്റ്റഡ് പീപ്പിൾ, അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ compared to any other group in the society, children suffer the most from human right violations because they lack self-defense and depend on others. നമ്മുടെ സമൂഹത്തിൽ ബാക്കി ഏതൊരു ഗ്രൂപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ വയലേഷൻസ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുട്ടികൾ തന്നെയാണ് അല്ലെ. അതിന് പ്രധാനമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എന്താണ്? ഒന്ന്, ലാക്ക് ഓഫ് സെൽഫ് ഡിഫെൻസ്. അവർക്ക് ഒരിക്കലും ഒരു എന്താ പറയാ, മുതിർന്ന ഒരാൾ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അവരെ സെൽഫ് ഡിഫെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാനോ എന്നുള്ള ശേഷിയില്ല. കുട്ടികളാണല്ലോ, അവരെപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. ഈ ഒരു കാരണം കൊണ്ട് തന്നെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സൊസൈറ്റിയിൽ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വയലേഷൻസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ്, വയലൻസ്. നമുക്കറിയാം ചിൽഡ്രൻ റിപ്പോർട്ട് എക്സ്പീരിയൻസ് ഇൻ ഹൈ ലെവൽ ഓഫ് വയലൻസ് ഇൻ ഹോം ആൻഡ് എൽസ്വെയർ. താൻ ജീവിക്കുന്ന സ്വന്തം വീട്ടിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അയൽപക്കത്ത് മുതൽ കുട്ടികൾ എന്താണ് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് തന്റെ വീട്ടിൽ തന്നെ ഒരു കുട്ടി സേഫ് അല്ലാത്ത പല സിറ്റുവേഷൻസും കുട്ടികൾ ഫേസ് ചെയ്യുന്നുണ്ട്. Child friendly justice. Children wish to receive more information on their rights in the justice system. ഈ കുട്ടികളുടെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ കുട്ടികളായിരിക്കെ നമ്മുടെ റൈറ്റ്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്, എനിക്ക് ലഭിക്കേണ്ട ചൈൽഡ് റൈറ്റ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് പ്രോപ്പർ ഇൻഫോർമേഷൻ നമ്മുടെ കുട്ടികൾക്ക് റിസീവ് ആവുന്നില്ല. ആരും തന്നെ അതിനെ കുറിച്ചിട്ട് ഒരു പ്രോഗ്രാമോ അല്ലെങ്കിൽ അവയർനെസ്സോ ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തന്റെ ജസ്റ്റിസ് എന്താണ്, എനിക്ക് ലഭിക്കേണ്ട ജസ്റ്റിസ് എന്താന്നുള്ളത് ഒരു കുട്ടി ഒരിക്കലും അറിയാതെയാണ് പല വയലേഷൻസിലും കുട്ടി ഏർപ്പെടുന്നത്. ചിൽഡ്രൻ ഷുഡ് നോട്ട് ബി ഇൻ കസ്റ്റഡി. ചിൽഡ്രൻ ഓഫ് പ്രിസണേഴ്സ് റിക്വയർ എക്സ്പ്ലിസിറ്റ് അക്നോളജ്മെന്റ് ആൻഡ് അസിസ്റ്റൻസ്. കുട്ടികൾ ഒരു എന്തെങ്കിലും ഒരു ഹീനകൃത്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്രൈമിൽ ഏർപ്പെടുമ്പോൾ അതിൽ അവരെ കസ്റ്റഡിയിൽ എടുക്കുക അല്ലെങ്കിൽ ജയിലിൽ കൊണ്ടുവിടുക എന്നുള്ളതിലുപരി അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അസിസ്റ്റൻസ് നമ്മൾ എന്താണ് പ്രിസണിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കണം. താൻ ചെയ്തത് ശരിയാണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഒന്നും ആ കുട്ടിക്ക് ഉണ്ടായിരിക്കില്ല. സോ ഒരു പ്രോപ്പർ അക്നോളജ്മെന്റും ഒരു പ്രോപ്പർ അസിസ്റ്റൻസും ആ കുട്ടികൾക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നും എല്ലാം ഒരു മാറ്റം വന്ന ആ കുട്ടി ഒരു നേർവഴിയിലോട്ട് എത്താനുള്ള ചാൻസ് ഉണ്ട്. ഇതെല്ലാം എഫക്റ്റഡ് പീപ്പിൾ പറയുന്ന കാര്യമാണ് കേട്ടോ, ഇങ്ങനെയെല്ലാം വേണ്ടിയിരുന്നു എന്നുള്ളത്. നെക്സ്റ്റ് ഇസ് ചൈൽഡ് പാർട്ടിസിപ്പേഷൻ. ചിൽഡ്രൻ ഷുഡ് ഓൾവേസ് ഗെറ്റ് feedback on how and whether their views have had an impact. അതായത് ഒരു കുട്ടി ഒരു ഫീഡ്ബാക്ക് പറയുമ്പോൾ അത് എത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആണ്, അല്ലെങ്കിൽ എന്റെ ഫീഡ്ബാക്ക് എന്തെങ്കിലും ഒരു ഇമ്പാക്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ, ഒരു ഇമ്പാക്ട് കൊടുത്തിട്ടുണ്ടോ നമ്മുടെ സമൂഹത്തിൽ എന്നുള്ളതെല്ലാം കുട്ടികൾക്ക് അറിയാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരിക്കും. സോ ചൈൽഡ് പാർട്ടിസിപ്പേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് അവർക്കൊരു ഹൈ ലെവൽ ഓഫ് കോൺഫിഡൻസ് ആയിരിക്കും കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം എഫക്റ്റഡ് പീപ്പിളിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നുള്ള കാര്യമാണ്. കുറച്ച് കാര്യം കൂടെ ഇതിൽ പറയുന്നുണ്ട്. ചിൽഡ്രൻ ഇൻ കെയർ. Being heard is of huge importance to children in care, but many feel that they are not listened to. നമ്മൾ എന്നെ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്നെ മറ്റുള്ളവർ കൺസിഡർ ചെയ്യുന്നുണ്ട്, എന്നെ കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു തോട്ട് കുട്ടികൾക്ക് ശരിക്കും വളരെയധികം ഒരു ആശ്വാസമാണ്, എന്നെ മറ്റുള്ളവർ കേൾക്കുന്നുണ്ട് എന്നുള്ളത്. സോ ആ ഒരു അത്തരത്തിലൊരു ചിന്ത നമ്മൾ ഓരോ കുട്ടികളിലും ഉണ്ടാക്കണം അല്ലെ. They think that better support and intervention are necessary to avoid children being taken into care and to ensure the best care എക്സ്പീരിയൻസ് പോസിബിൾ. അപ്പൊ കുട്ടികൾക്ക് എപ്പോഴും ഒരു ബെറ്റർ സപ്പോർട്ടും ഒരു ബെറ്റർ എന്താ പറയാ, ഞാൻ സേഫ് ആണ് അല്ലെങ്കിൽ എന്നെ കേൾക്കാൻ ആളുണ്ട് എന്നുള്ള ഒരു കെയറിങ് ആയിട്ടുള്ള ഒരു സംഭവം കുട്ടികൾ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് ഡിസ്ക്രിമിനേഷൻ. ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് ചിൽഡ്രൻ ഓൺ ദ ബേസിസ് ഓഫ് ഏജ് ഹാസ് ടു ബി ടാക്കിൾ ത്രൂ അവയർനെസ് പ്രോഗ്രാം. ഈ ഏജ് ബേസ്ഡ് ആയിട്ട് കുട്ടികളെ നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക അല്ലെ. നീ ഇത്രല്ലേ ആയിട്ടുള്ളൂ, നീ ഒരു അഭിപ്രായം പറയാനൊന്നും ആയിട്ടില്ല, നീ കുറച്ചും കൂടെ വളർന്നിട്ടൊക്കെ മതി എന്നുള്ള ഇത്തരത്തിലുള്ള ഏജ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻസ് കുട്ടികളെ വല്ലാതെ എന്താ പറയാ അവരുടെ കോൺഫിഡൻസിനെ അത് ബാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് പലതരത്തിലുള്ള അവയർനെസ് പ്രോഗ്രാംസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. എസ്പെഷ്യലി ചിൽഡ്രൻ ഫ്രം മൈനോറിറ്റീസ് ആൻഡ് വിത്ത് ഡിസബിലിറ്റീസ് വിഷ് ഫോർ ഗ്രേറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദെയർ എക്സ്പീരിയൻസസ് ആൻഡ്
കൾച്ചേഴ്സ്. അപ്പോ പ്രധാനമായിട്ടും ഇത്തരം ഡിസ്ക്രിമിനേഷൻസ് നേരിടുന്നത് ആരാണ്? മൈനോറിറ്റിയിലുള്ള കുട്ടികളാണ് അല്ലെ, അല്ലെങ്കിൽ മൈനർ ആയിട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ലോവർ ക്ലാസ് ഫാമിലീസിലുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വൈകല്യങ്ങളുള്ള കുട്ടികളായിരിക്കും ഇത്തരം ഡിസ്ക്രിമിനേഷൻസ് ഏറ്റവും കൂടുതൽ നേരിടുന്നുണ്ടാവുക. നെക്സ്റ്റ് ഈസ് എഡ്യൂക്കേഷൻ. Children want more opportunities to participate at school and on decision concerning their education. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ അവർക്ക് കൊടുക്കണം. എങ്കിൽ മാത്രമേ അവരുടെ ഒരു അപ്ലിഫ്റ്റ്മെന്റ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ. Bullying at school is a major issue and it should be tackled through more opportunities, discuss and better response from teachers. ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. അതുപോലെ തന്നെ ഈ കാസ്റ്റ് ബേസ്ഡ് അല്ലെങ്കിൽ റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള ബുള്ളിയിങ് സ്കൂളുകളിൽ ഉണ്ടാവും അല്ലെ, സീനിയേഴ്സിന്റെ സൈഡിൽ നിന്ന് ആയിക്കോട്ടെ, ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്ന് ആയിക്കോട്ടെ. അത്തരം കുട്ടികൾ നേരിടുന്ന പല ഇഷ്യൂസും നമ്മൾ നേരിട്ടുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ നല്ലൊരു എൻവയോൺമെന്റ് സെറ്റപ്പ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. സോ ഇതെല്ലാം എഫക്റ്റഡ് പീപ്പിളിന്റെ സൈഡിൽ നിന്നും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് ഈസ് ഇമ്പോർട്ടൻസ് ആൻഡ് നീഡ് ടു ദ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ. ഇനി എന്തൊക്കെയാണ് കുട്ടികൾക്ക് ആവശ്യം, അല്ലെ കുട്ടികളുടെ നീഡ് എന്തൊക്കെയാണ്, അല്ലെ കുട്ടികൾക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ചിൽഡ്രൻ ആർ ഇൻഡിവിജ്വൽ. നമ്മുടെ സമൂഹത്തില് വേറെ ഏതൊരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ കാറ്റഗറീനെ പറയുന്ന പോലെ തന്നെ കുട്ടികളും എന്താണ്, അവർ ഇൻഡിവിജ്വൽ ആണ്. അവർക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരു ഈക്വൽ സ്റ്റാറ്റസ്, നമ്മൾ അല്ലെങ്കിൽ ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു റോള്, ഒരു ഈക്വൽ ബാക്കി ഒരു അഡൾട്ടിനെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഈക്വൽ സ്റ്റാറ്റസ് കുട്ടികൾക്കും നമ്മൾ കൊടുക്കണം. അവരെ ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം, ബഹുമാനിക്കണം. നെക്സ്റ്റ്, ചിൽഡ്രൻ സ്റ്റാർട്ട് ലൈഫ് ആസ് ടോട്ടലി ഡിപെൻഡന്റ് ബീങ്സ്. ചിൽഡ്രൻ മസ്റ്റ് റിലേ ഓൺ അഡൾട്ട്സ് ഫോർ ദ നർച്ചർ ആൻഡ് ഗൈഡൻസ് ദേ നീഡ് ടു ഗ്രോ ടുവേർഡ്സ് ഇൻഡിപെൻഡന്റ്. ഇനി നമ്മള് കുട്ടികളെ എപ്പോഴും ഒരു ഡിപെൻഡന്റ് ബീങ് ആയിട്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലെ. അവരുടെ ലൈഫ് എന്ന് പറയുന്നത് എല്ലാം തനിയെ ചെയ്ത് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആണ് എന്നുള്ള ചിന്തയൊന്നും വളരെ കുഞ്ഞിലെ തന്നെ കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ കുട്ടികൾക്ക് അവർ അഡൾട്ട്സിനെ റിലേ ചെയ്തുകൊണ്ട് തന്നെ വളരണം. അഡൾട്ട്സിൽ നിന്നും ഒരുപാട് അവർക്ക് ഗൈഡൻസ് ആയിക്കോട്ടെ, സപ്പോർട്ട് ആയിക്കോട്ടെ, എല്ലാം അവർക്ക് കിട്ടാനുണ്ട്. തുടർന്ന് അവരുടെ ഇൻഡിപെൻഡൻസിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊച്ചിലെ തൊട്ട് തന്നെ അവർക്ക് വീട്ടിൽ നിന്നും ലഭിക്കേണ്ടതാണ്. ചിൽഡ്രൻസ് വ്യൂസ് ഷുഡ് ബി ഹേർഡ് ആൻഡ് കൺസിഡേർഡ് ഇൻ ദ പൊളിറ്റിക്കൽ പ്രോസസ്. അതായത് നമുക്കറിയാം കുട്ടികൾക്ക് വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ല, അല്ലെങ്കിൽ അവകാശം ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരൊരിക്കലും ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഒരു വ്യൂസും കേൾക്കാതിരിക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ വരാൻ പാടില്ല. അത് അവരുടെ ഫ്യൂച്ചറിനെ എഫക്ട് ചെയ്യും. അപ്പോൾ പൊളിറ്റിക്കൽ പ്രോസസ്സിൽ ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ പോലും കുട്ടികളുടെ വ്യൂസിനെ നമ്മൾ കൺസിഡർ ചെയ്യണം, അത് നമ്മൾ ഹിയർ ചെയ്യണം. The healthy development of children is crucial to the future well-being of any society. അതായത് നമുക്കറിയാം ഏതൊരു കുട്ടീന്റെയും ഹെൽത്തി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. കാരണം ആ ഒരു കുട്ടിന്റെ ഫ്യൂച്ചർ വെൽബീങ് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ആ ഒരു കുട്ടി ഫ്യൂച്ചറിൽ എങ്ങനെ ഉള്ളതായിരിക്കും എന്നുള്ളത് എന്തായാലും കൊച്ചിലെ തൊട്ട് ആ കുട്ടിന്റെ ഒരു ഡെവലപ്മെന്റ് ഏത് തരത്തിൽ ഉണ്ടാവും എന്നുള്ളതിനനുസരിച്ചിട്ടിരിക്കും. സോ പുവർ ലിവിങ്, പോവർട്ടി അല്ലെങ്കിൽ ഇൻഅഡിക്വേറ്റ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ, ന്യൂട്രീഷൻ, ഇത്തരം പ്രോബ്ലംസ് എല്ലാം കുട്ടികളുടെ ആ ഒരു ഫ്യൂച്ചറിനെ ബാധിക്കും കേട്ടോ. അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ ഡെവലപ്മെന്റ് വളരെ ഹെൽത്തി ആയിരിക്കണം. അഡിക്വേറ്റ് ആയിട്ടുള്ള ന്യൂട്രീഷൻ അവർക്ക് ലഭിക്കണം. എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഇത്തരം ഒരു ഹെൽത്തി ഡെവലപ്മെന്റ് വേണം കുട്ടികളുടെ ഫ്യൂച്ചർ ഏറ്റവും ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്. സോ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UNCRC കുറിച്ചിട്ടാണ് കേട്ടോ. യൂണിസെഫ് എന്താന്നുള്ളത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ വരുന്ന ഒരു ഹ്യൂമൻ റൈറ്റ് ആണ് UNCRC എന്ന് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം ആണ് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ്. ഇതിന്റെ ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് UNCRC is a human right treaty that sets out the civil, political, economic, social, health and cultural rights of children. ഓരോ കുട്ടികളുടെയും കൾച്ചറൽ റൈറ്റ്സിനെയും അവരുടെ ഹെൽത്ത് റൈറ്റ്സിനെയും സോഷ്യൽ റൈറ്റ്സിനെയും എല്ലാം ഇതെല്ലാം അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹ്യൂമൻ റൈറ്റ് ആണ് UNCRC എന്ന് പറയുന്നത്. ഇത് അഡോപ്റ്റ് ചെയ്തത് UN ആണ് കേട്ടോ. നമുക്കറിയാം യുണൈറ്റഡ് നേഷൻ അവരുടെ ഒരു അസംബ്ലിയിൽ വെച്ചിട്ട് 1989 ഇങ്ങനെ ഒരു UNCRC നമുക്ക് വേണം എന്നുള്ളത്
ഇവർ തീരുമാനിക്കുന്നതും അഡോപ്റ്റ് ചെയ്യുന്നതും. ഇതിന്റെ റൈറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദിസ് കൺവെൻഷൻ ഹാസ് ബീൻ റാറ്റിഫൈഡ് ബൈ ഓൾമോസ്റ്റ് എവറി കൺട്രി, മേക്കിംഗ് ഇറ്റ് വൺ ഓഫ് ദ മോസ്റ്റ് യൂണിവേഴ്സൽ അക്സെപ്റ്റഡ് ഹ്യൂമൻ റൈറ്റ് ട്രീറ്റീസ്. അപ്പൊ UN അസംബ്ലിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഹ്യൂമൻ റൈറ്റ് കൊണ്ടുവരണം എന്ന് തീരുമാനിച്ചപ്പോ മോസ്റ്റ് ഓഫ് ദ കൺട്രീസും ഇതിനെ അംഗീകരിച്ചു. ഈക്വലി ഓക്കെ, ഇങ്ങനെ ഒരു ഇത്തരം ഒരു UNCRC കൊണ്ടുവരണം എന്ന ബ്രേക്ക് ആവുന്നുണ്ടോ വോയിസ്? ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ. UN അസംബ്ലിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു UNCRC റൈറ്റ് കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചപ്പോ മോസ്റ്റ് ഓഫ് ദ കൺട്രീസും ഇതിനെ അംഗീകരിച്ചു കേട്ടോ. അവരെല്ലാം ഒരു ഒറ്റക്കെട്ടായിട്ടാണ് ഇത്തരം ഒരു ഓക്കെ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ആവശ്യമുണ്ട് എന്നുള്ളത് അംഗീകരിച്ചിട്ടുള്ളത്. ഇനി ഈ UNCRC ഫോം ചെയ്യുമ്പോൾ ഒരുപാട് പ്രിൻസിപ്പിൾസ് നമുക്കറിയാം അല്ലെ. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് ഇതിൽ അവർ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത്. സോ ഇവരുടെ പ്രധാനമായിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത് നോൺ ഡിസ്ക്രിമിനേഷൻ ആയിരുന്നു. ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കുക, റൈറ്റ് ടു ലൈഫിലെ ഓരോ വ്യക്തിക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്, റൈറ്റ് ടു സർവൈവൽ, റൈറ്റ് ടു ഡെവലപ്മെന്റ്, ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ്, റെസ്പെക്ട് ഫോർ ദ വ്യൂസ് ഓഫ് ദ ചൈൽഡ്. ഇത്തരം എല്ലാ കാര്യങ്ങളും ഇതെല്ലാം ഓരോ പ്രിൻസിപ്പിൾസ് ആണ്. റൈറ്റ് ടു ലൈഫ് ഒരു പ്രിൻസിപ്പിൾ ആണ്, റൈറ്റ് ടു സർവൈവൽ ഒരു പ്രിൻസിപ്പിൾ ആണ്. സോ ഈ പ്രിൻസിപ്പിൾസിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് UNCRC അന്ന് 1989 ഫോം ചെയ്തത്. ഇനി ചൈൽഡ് റൈറ്റ്സ് കവേർഡ്, നമ്മൾ എന്തൊക്കെ ചൈൽഡ് റൈറ്റ്സ് ആണ് ഈ UNCRCയിൽ കവർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം കേട്ടോ. പ്രൊട്ടക്ഷൻ ഫ്രം അബ്യൂസ് ആൻഡ് നെഗ്ലക്ട്, എല്ലാ തരത്തിലുള്ള അബ്യൂസുകളിൽ നിന്നും അല്ലെങ്കിൽ വയലേഷൻസിൽ നിന്നും കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു റൈറ്റ് ആണ് എന്നുള്ള ഒരു ചൈൽഡ് റൈറ്റ്. റൈറ്റ് ടു ഹെൽത്ത് ആൻഡ് ഹെൽത്ത് കെയർ, റൈറ്റ് ടു ലീഷർ അല്ലെ, എല്ലാവരെയും പോലെ തന്നെ നമുക്കും സന്തോഷിക്കാനും എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. റൈറ്റ് ടു പ്ലേ, റൈറ്റ് ടു കൾച്ചറൽ ആക്ടിവിറ്റീസ്, ഈ റൈറ്റ്സ് എല്ലാം കവർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു UNCRC എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്റ് അന്ന് യുണൈറ്റഡ് നേഷൻ അഡോപ്റ്റ് ചെയ്തത്. സോ ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ നേരിടുന്ന എല്ലാ ഇഷ്യൂസും ഓവറോൾ ഇഷ്യൂസിനും നേരിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ടാണ് അന്ന് UNCRC അഡോപ്റ്റ് ചെയ്തത് കേട്ടോ. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് UNCRCയിൽ ഒരുപാട് ആർട്ടിക്കിൾസ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ അതിൽ ചില ആർട്ടിക്കിൾസ് എല്ലാം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആർട്ടിക്കിൾ ബേസ് ചെയ്തിട്ടാണ് UNCRC അന്ന് ഫോം ചെയ്തത്. അപ്പൊ ഇതിലെ ഫസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എവരി വൺ അണ്ടർ ദ ഏജ് ഓഫ് 18 ഹാസ് ഓൾ ദ റൈറ്റ്സ് ഇൻ ദ കൺവെൻഷൻ. അതായത് 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും എല്ലാ റൈറ്റും ഉണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും എന്താണ് എല്ലാ തരത്തിലുള്ള റൈറ്റും ഉണ്ടാവണം എന്നുള്ളതായിരുന്നു ഇവരുടെ ഫസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. സെക്കൻഡ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഓൺ നോൺ ഡിസ്ക്രിമിനേഷൻ ഇൻ സെക്സ്, റിലീജിയൻ, ലാംഗ്വേജ്, എബിലിറ്റീസ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ഒരു തരത്തിലുള്ള നോൺ ഡിസ്ക്രിമിനേഷൻ, അത് സെക്സ് ബേസ്ഡ് ആയിക്കോട്ടെ, റിലീജിയൻ ബേസ്ഡ് ആയിക്കോട്ടെ, ലാംഗ്വേജ് ബേസ്ഡ് ആയിക്കോട്ടെ, ഓരോരുത്തർക്കുള്ള എബിലിറ്റി ബേസ്ഡോ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ ഇത്തരം ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസും ഉണ്ടാവാൻ പാടില്ല. ഇത് ഫോക്കസ് ചെയ്തിട്ടാണ് സെക്കൻഡ് ആർട്ടിക്കിൾ UNCRC പുറത്തുവിട്ടത്. തേർഡ് ആർട്ടിക്കിൾ ഇസ് ബേസ്ഡ് ഓൺ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ് മസ്റ്റ് ബി എ ടോപ്പ് പ്രയോറിറ്റി ഡിസിഷൻസ് ദാറ്റ് എഫക്ട് ചിൽഡ്രൻ. ഇനി തേർഡ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞു ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി പ്രിൻസിപ്പിൾ ആണ് കേട്ടോ. ഈ പ്രിൻസിപ്പിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഓരോ കുട്ടിക്കും വേണ്ടത് എന്താണ്, ഓരോ കുട്ടിക്കും ഏറ്റവും അത്യാവശ്യം എന്താണ് എന്നുള്ളതായിരിക്കണം നമ്മുടെ ടോപ്പ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും കുട്ടികളുടെ ടോപ്പ് പ്രയോറിറ്റി അവരുടെ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം. ഇതാണ് തേർഡ് ആർട്ടിക്കിൾ UNCRCയിൽ പറയുന്നത്. നെക്സ്റ്റ് ഇസ് ആർട്ടിക്കിൾ 4. Government must ensure that every child can enjoy their rights by creating systems and passing laws that promote children's rights. അതായത് ഇത് ഗവൺമെന്റിനുള്ള ഒരു ആർട്ടിക്കിൾ ആയിരുന്നു കേട്ടോ. അതായത് ഗവൺമെന്റ് ആണ് എൻഷുർ ചെയ്യേണ്ടത് എല്ലാ കുട്ടികൾക്കും അവരുടെ റൈറ്റ് എൻജോയ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഈ റൈറ്റ് എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന വിധം
സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക, തന്റെ നാട്ടിൽ അതിനനുസരിച്ചിട്ടുള്ള സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക, അത് ക്രിയേറ്റ് ചെയ്യണമെന്നും അത് കുട്ടികൾ അത് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നും ഗവൺമെന്റ് എൻഷുർ ചെയ്യണമെന്നായിരുന്നു UNCRCയിലെ ആർട്ടിക്കിൾ നമ്പർ 4. നെക്സ്റ്റ് ആർട്ടിക്കിൾ 5 ആണ്, ഗവൺമെന്റ് മസ്റ്റ് respect the rights and responsibilities of parents for providing guidance and direction to the children. ഗവൺമെന്റ് എന്ത് ചെയ്യണം? പാരന്റ്സിന് എല്ലാ തരത്തിലുള്ള ഒരു റെസ്പെക്ട് കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ട്? ബിക്കോസ് നമുക്കറിയാം പാരന്റ്സ് ആണ് ഈ കുട്ടികളെ ഗൈഡ് ചെയ്യുന്നതിലും അപ്ലിഫ്റ്റ് ചെയ്യുന്നതിലും ഒരു പ്രധാന റോള് വഹിക്കുന്നത് പാരന്റ്സിനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പാരന്റ്സ് ഈ കാര്യങ്ങളെല്ലാം റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യുന്നുണ്ടെന്നും എന്നുള്ള ഇത്തരം റൈറ്റ്സ് എല്ലാം കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ പാരന്റ്സ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഗവൺമെന്റ് പാരന്റ്സിന് നല്ലൊരു എന്താ പറയാ റൈറ്റും അതുപോലെ തന്നെ ഇവരുടെ എല്ലാ കാര്യങ്ങളെയും റെസ്പെക്ട് ചെയ്യണമെന്നാണ് ആർട്ടിക്കിൾ 5 പറയുന്നത് കേട്ടോ. സോ UNCRCയിലുള്ള കുറച്ച് മേജർ ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ നമ്പർ 6, എവറി ചൈൽഡ് ഹാസ് എ റൈറ്റ് ടു ലൈഫ്. അല്ലെ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എല്ലാ കുട്ടികൾക്കും നമ്മുടെ ലോകത്ത് എന്താണ്? ജീവിക്കാനുള്ള, സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം ഉണ്ടാവണം. അതാണ് UNCRCയിലെ ആർട്ടിക്കിൾ നമ്പർ 6. നെക്സ്റ്റ് ആർട്ടിക്കിൾ 7, എവറി ചൈൽഡ് ഹാസ് ദ റൈറ്റ് ടു ബി രജിസ്റ്റേർഡ് അറ്റ് ബർത്ത് to have a name and nationality. എല്ലാ കുട്ടിക്കും അല്ലെ, ഈ ഒരു ലോകത്ത് ജനിച്ചു വീഴുന്ന ഏതൊരു കുട്ടിക്കും രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം അല്ലെ. ബൈ ബർത്ത് തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നില്ല, നമ്മുടെ കുട്ടികളെല്ലാം നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. നമ്മളെ കുട്ടികൾക്ക് നമ്മളൊരു നെയിം കൊടുക്കുന്നുണ്ട്, ഒരു നാഷണാലിറ്റി കൊടുക്കുന്നുണ്ട്. സോ ഇതെല്ലാം കുട്ടികളുടെ റൈറ്റ് ആണ്, അത് എല്ലാ കുട്ടികൾക്കും ലഭിച്ചിരിക്കണം. ഇതാണ് ആർട്ടിക്കിൾ നമ്പർ 7. നെക്സ്റ്റ് ആർട്ടിക്കിൾ നമ്പർ 8, എവറി ചൈൽഡ് ഹാസ് ദ റൈറ്റ് ടു ഹാവ് എൻ ഐഡന്റിറ്റി. ഓരോ കുട്ടിക്കും ഒരു ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി ഉണ്ടാവാനുള്ള റൈറ്റ് ഉണ്ട് അല്ലെ, അത് എൻഷുർ ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 8 എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 9, ചിൽഡ്രൻ മസ്റ്റ് നോട്ട് ബി സെപ്പറേറ്റഡ് ഫ്രം ദെയർ പാരന്റ്സ് അഗെയിൻസ്റ്റ് their will unless it is in their best interest. ഇനി പാരന്റ്സിന്റെ സമ്മതത്തോടുകൂടെ അല്ലാതെ കുട്ടികളെ ഒരിക്കലും അവരുടെ പാരന്റ്സിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ ഒരു തരത്തിലുള്ള അവകാശമില്ല. ചിൽഡ്രൻ ഹൂസ് പാരന്റ്സ് ഹാവ് സെപ്പറേറ്റഡ് ഹാവ് ദ റൈറ്റ് ടു സ്റ്റേ വിത്ത് ബോത്ത് ദ പാരന്റ്സ് unless they could go them harm. ഇനി കുട്ടികൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, അതായത് കുട്ടികൾ ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ട് നിൽക്കേണ്ടത് അവരുടെ പാരന്റ്സിൽ തന്നെയാണ്, പാരന്റ്സിന്റെ കൂടെ തന്നെയാണ്. ഇൻ കേസ് പാരന്റ്സ് സെപ്പറേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് പാരന്റ്സിന്റെ കൂടെയും, അതായത് ഫാദറിന്റെ കൂടെയും മദറിന്റെ കൂടെയും ഒരുപോലെ സ്റ്റേ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കുട്ടിക്കുണ്ട്. ഇനിയിപ്പോ ഇൻ കേസ് എന്തെങ്കിലും ഒരു അച്ഛന്റെ കൂടെ വിടുമ്പോ എന്തെങ്കിലും ഒരു ഹാം കേസ് ഉണ്ടെങ്കിൽ അതെന്തായാലും ഉണ്ടായിരിക്കില്ല. അല്ല, അൺലെസ് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, if the parents are divorced or separated, കുട്ടിക്ക് രണ്ട് പേരുടെ കൂടെയും ഈക്വലി സ്റ്റേ ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നുള്ളത് പറയുന്നതാണ് ആർട്ടിക്കിൾ 9. നെക്സ്റ്റ് ആർട്ടിക്കിൾ 10. 10th ആർട്ടിക്കിൾ പറയുന്നത്, ഗവൺമെന്റ് മസ്റ്റ് റെസ്പോണ്ട് ക്വിക്ലി ആൻഡ് സിമ്പത്തറ്റിക്കലി ഇഫ് എ ചൈൽഡ് ഓർ their parents apply to live together in the same country. ഇനി തന്റെ കുട്ടിയും പാരന്റ്സും ഒരേ കൺട്രിയിൽ അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് ജീവിക്കണം എന്നുള്ള ഒരു ആവശ്യം ഗവൺമെന്റിന് നേരെ ലൈക്ക് ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിലെല്ലാം ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുകയും അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കേണ്ടതും ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ് എന്നുള്ളതാണ് ആർട്ടിക്കിൾ നമ്പർ 10 പറയുന്നത്. സോ ഈ ആർട്ടിക്കിൾസ് എല്ലാം നമുക്ക് നമ്മുടെ UNCRCയിൽ വരുന്ന ആർട്ടിക്കിൾസ് ആണ് കേട്ടോ. ഇനി ഈ ഒരു ആർട്ടിക്കിളിൽ തന്നെ നമുക്ക് വളരെയധികം UNCRCയിൽ വരുന്ന വേറെ രണ്ട് പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് MDG ആൻഡ് SDG. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഷോർട്ട് ആൻസർ ആയിട്ടോ അല്ലെങ്കിൽ എസ്സേ ആയിട്ടോ നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക് ആണ്. വാട്ട് ഈസ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ ആൻഡ് വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ. പ്രധാനമായിട്ടും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഇത് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ എന്താണ് ഈ MDG, അതുപോലെ എന്താണ് SDG എന്നുള്ളതാണ് നമ്മൾ ഇനി ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സെക്കൻഡ്. ഓക്കെ, ഇനി നമ്മൾ ആദ്യമായിട്ട് MDG എന്താന്നുള്ളത് നോക്കാം കേട്ടോ. വാട്ട് ഈസ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ? ഈ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോളില് പ്രധാനമായിട്ടും
ഗോൾസ് ആണ് വരുന്നത് കേട്ടോ. 8 ഗോൾസ് ഓർത്ത് വെക്കുക. 8 ഗോൾസ് ആണ് വരുന്നത്. ഈ 8 ഗോളും കൊണ്ടുവന്നത് UN മെമ്പേഴ്സ്, യുണൈറ്റഡ് നേഷൻ അസംബ്ലിയിലുള്ള മെമ്പേഴ്സ് ആണ് കേട്ടോ. 189 UN മെമ്പേഴ്സ് ആണ് 2000 കാലഘട്ടങ്ങളിൽ ഈ ഒരു 8 ഗോള് കൊണ്ടുവന്നത്. അപ്പൊ എന്താണ് ഈ 8 ഗോൾസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ 8 ഗോൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫസ്റ്റ് വൺ ഈസ് ടു ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. ഇവരുടെ ഫസ്റ്റ് ഗോൾ ആയിരുന്നു എക്സ്ട്രീം ആയിട്ടുള്ള ദാരിദ്ര്യം, അല്ലെ, എക്സ്ട്രീം പോവർട്ടിയും അതുപോലെ തന്നെ ഹങ്കറും ഇല്ലാതാക്കുക അല്ലെങ്കിൽ തുടച്ചു നീക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഫസ്റ്റത്തെ ഗോള്. സെക്കൻഡ് ഗോൾ എന്ന് പറയുന്നത് ടു അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. കുട്ടികൾക്ക് അവർക്ക് വേണ്ട പ്രൈമറി എഡ്യൂക്കേഷൻ എന്തായാലും കൊടുത്തിരിക്കണം അല്ലെങ്കിൽ കൊടുക്കണം എന്നുള്ളതായിരുന്നു ഇവരുടെ സെക്കൻഡ് MDG ഗോള്. തേർഡ് വൺ ഈസ് വിമൻ എംപവർമെന്റ് ആൻഡ് പ്രൊമോട്ട് ജെൻഡർ ഇക്വാളിറ്റി. സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഹെൽപ്പും പ്രൊവൈഡ് ചെയ്യുക, അവരെ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കുക, ജെൻഡർ ഈക്വാളിറ്റിനെ പ്രൊമോട്ട് ചെയ്യുക എന്നതായിരുന്നു ഇവരുടെ തേർഡ് ഗോൾ എന്ന് പറയുന്നത്. ഫോർത്ത് ഗോൾ ആണ് ടു റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി. നമുക്കറിയാം ഈ വളരെ കുഞ്ഞിലെ തന്നെയുള്ള മരണങ്ങൾ, അല്ലെ, കുട്ടികള് ന്യൂട്രീഷന്റെ ഡെഫിഷ്യൻസി കാരണം ആയിക്കോട്ടെ, ബാക്കി എന്ത് ഹെൽത്ത് ഇഷ്യൂസ് ആയിക്കോട്ടെ, അങ്ങനെ മരിക്കുന്ന കുട്ടികളെ ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് കുറക്കുക, ഏറ്റവും കുറയ്ക്കാൻ പറ്റുന്ന അത്രയും കുറക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ അടുത്ത ഗോള്. നെക്സ്റ്റ് ടു പ്രൊമോട്ട് മെറ്റേണൽ ഹെൽത്ത്, അല്ലെ, ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകളുടെ ഹെൽത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അവർക്ക് ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക. നമുക്കറിയാം നമ്മുടെ അംഗനവാടികളിലും ആശാ വർക്കേഴ്സ് ഒക്കെ ഇതിന് പുറമെ ഒരുപാട് നടക്കുന്നുണ്ട്, അല്ലെ, അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് വരെ നമുക്കിപ്പോ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള സെന്റേഴ്സിൽ നിന്നും ലഭിക്കുന്നുണ്ട്. സോ അത്തരം മെറ്റേണൽ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു MDGയിൽ വരുന്ന ഫിഫ്ത്ത് ഗോൾ. നെക്സ്റ്റ് ഇസ് ഗോൾ നമ്പർ 6 ടു ഫൈറ്റ് മലേറിയ, HIV ഓർ എയ്ഡ്സ് ആൻഡ് അതർ ഡിസീസസ്. മലേറിയ പോലുള്ള അല്ലെങ്കിൽ HIV പോലെയുള്ള പകരുന്ന കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസിനെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഗോൾ നമ്പർ 6. സെവൻത് ഗോൾ ആണ് ടു എൻഷുവർ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. നമുക്ക് എല്ലാ തരത്തിലുള്ള ഒരു എന്താ പറയാ സൊസൈറ്റിയിലെ എല്ലാ തരത്തിലുള്ള ഒരു സസ്റ്റൈനബിലിറ്റി കൊണ്ടുവരാം, അല്ലെ, നമ്മുടെ ക്ലൈമറ്റ് പരമായിട്ട് അല്ലെങ്കിൽ എൻവയോൺമെന്റ് നേരിടുന്ന എല്ലാ ഇഷ്യൂസിനെയും ഇറാഡിക്കേറ്റ് ചെയ്ത് ഒരു നോർമൽ ലെവലിലോട്ട് കൊണ്ടുവരിക എന്നുള്ളത്. നെക്സ്റ്റ് ഗോൾ നമ്പർ 8 ലാസ്റ്റ് ഗോൾ ആണ് ടു ഡെവലപ്പ് എ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെന്റ്. നമ്മുടെ ഓവറോൾ എന്താ പറയാ നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ബാക്കി ഗ്ലോബലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പാർട്ട്ണർഷിപ്സും അല്ലെങ്കിൽ ബാക്കി കൺട്രീസിന്റെ സഹായം അവരുമായിട്ടുള്ള ഒരു ടൈപ്പ് അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണർഷിപ്പ് എല്ലാം നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു ഗോൾ നമ്പർ 8. ഈ 8 ഗോൾസ് MDGയിൽ വരുന്നതാണ് കേട്ടോ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 8 ഗോൾസില് വീണ്ടും ഇവർ 21 ടാർഗറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ ഗോളിലും സബായിട്ട് വേറെ വേറെ ടാർഗറ്റ്സ് കൂടെ വരുന്നുണ്ട്. സോ MDGയിൽ 8 ഗോളും ഈ 8 ഗോളിൽ ഓൾ ടുഗെദർ 21 ടാർഗറ്റ്സും വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞ ഗോൾ നമ്പർ 1 ആയിരുന്നു പോവർട്ടി ഇല്ലാതാക്കുക അല്ലെങ്കിൽ എക്സ്ട്രീം പോവർട്ടി ഇല്ലാതാക്കുക, ഹങ്കർ ഇല്ലാതാക്കുക എന്ന് പറയുന്നതായിരുന്നു ഗോൾ നമ്പർ 1, അല്ലെ. ഈ ഗോൾ നമ്പർ 1നെ ബേസ് ചെയ്തിട്ട് വീണ്ടും 3 ടാർഗറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് സെയിം ബേസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. സി to have a proportion of people whose daily income is less than $1.25. അതായത് എന്താ പറയാ ഡെയിലി ഒരു $1.25 അല്ലെങ്കിൽ ആ ഒരു ഇൻകം വാല്യൂല് കുറവുള്ള ആളുകൾ ഉണ്ടല്ലോ, അത് മാക്സിമം ഇല്ലാതാക്കുക, അല്ലെങ്കിൽ എല്ലാവരും ഏകദേശം ഒരു നോർമൽ സെറ്റപ്പിൽ ഇൻകം ഉണ്ടാക്കുന്ന ഒരു ഡെയിലി ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ആളുകളെ പ്രാപ്തരാകുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഫസ്റ്റ് ടാർഗറ്റ്. ഓക്കെ, നെക്സ്റ്റ് ടു അച്ചീവ് ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെന്റ്. നമ്മൾ ആളുകൾക്ക് ജോലി എടുക്കുമ്പോൾ അതൊരു ഫുൾ എംപ്ലോയ്മെന്റ് ആയിട്ട് ഒരു പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെന്റ് കൊടുക്കാൻ സാധിക്കുക, അല്ലെ. എപ്പോഴെങ്കിലും ഒരു ദിവസം ജോലി ഉണ്ടാവും, പിന്നെ നമുക്ക് ഒരാഴ്ച ജോലി ഉണ്ടായിരിക്കില്ല. അങ്ങനത്തെ ഇഷ്യൂസ് ഇല്ലാതാക്കി ഫുൾ പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെന്റ് കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതായിരുന്നു ഗോൾ നമ്പർ 1ലെ സെക്കൻഡ് ടാർഗറ്റ്. തേർഡ് ടാർഗറ്റ് ടു ഹാവ് the proportion of individuals suffering from hunger in the period between 1990 and 2015. അതായത്
പട്ടിണി അല്ലെങ്കിൽ ദാരിദ്ര്യം ഫേസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം അല്ലെ, അത് എത്രത്തോളം ഉണ്ടോ നിലവില്, അത് അതിന്റെ ആ കണക്കിന്റെ പകുതിയെങ്കിലും പ്രൊപ്പോർഷൻ ആക്കാനുള്ള ഒരു ശ്രമം, അതായിരുന്നു ഇവരുടെ തേർഡ് ടാർഗറ്റ്. സോ ഫസ്റ്റ് ഗോൾ ഇസ് ബേസ്ഡ് ഓൺ ഹങ്കർ ആൻഡ് പോവർട്ടി. അതിനെ ഒന്നും കൂടെ സബ് ഡിവൈഡ് ചെയ്തിട്ട് കുറച്ച്, പോവർട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ജോലി സംബന്ധമായിട്ടും ഡെയിലി ഇൻകമിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും. സോ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു 3 എക്സ്ട്രാ ടാർഗറ്റും കൂടെ ജനറേറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. സെയിം ഗോൾ ആണ് കേട്ടോ. നെക്സ്റ്റ് ഗോൾ നമ്പർ 2 ആണ്. ഗോൾ നമ്പർ 2 എന്തായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഗോൾ നമ്പർ 2 എന്ന് പറയുന്നത് പ്രൈമറി എഡ്യൂക്കേഷൻ എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതായിരുന്നു. ഗോൾ നമ്പർ 2 ഒരേ ഒരു ടാർഗറ്റ് ആണ് ഉള്ളത്, അതും എഡ്യൂക്കേഷനെ ബേസ് ചെയ്ത് തന്നെയാണ്. ടു എൻഷുർ ദ ചിൽഡ്രൻ universally will be able to complete full course of primary education by 2015. 2015 ആവുമ്പോഴേക്കും ആ ഒരു കാലഘട്ടത്തിലുള്ള എല്ലാ കുട്ടികൾക്കും പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതായിരുന്നു ഗോൾ നമ്പർ 2 ആകെയുള്ള ഒരു ടാർഗറ്റ്. നെക്സ്റ്റ് ഇസ് ഗോൾ നമ്പർ 3. ഗോൾ നമ്പർ 3 ഒരു ടാർഗറ്റ് ആണ് ഉള്ളത് കേട്ടോ. ഇനി ഇതിൽ പറയുന്നത് എന്താണ്? ടു എലിമിനേറ്റ് ജെൻഡർ ഇനിക്വാളിറ്റി ഇൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഗോൾ നമ്പർ 3 എന്തായിരുന്നു? ഗോൾ 3 എന്ന് പറയുന്നത് ജെൻഡർ ഇനിക്വാളിറ്റി ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. സോ അതിൽ തന്നെ സെയിം ബേസിറ്റ് വരുന്ന ടാർഗറ്റ് ആണ് പ്രൈമറി എഡ്യൂക്കേഷനിലും സെക്കൻഡറി എഡ്യൂക്കേഷനിലും അല്ലെ. സെക്കൻഡറി എഡ്യൂക്കേഷൻ പറയുമ്പോൾ +2 കാലഘട്ടം വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ജെൻഡർ ഇനിക്വാളിറ്റി ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ള തരത്തിലായിരുന്നു ഗോൾ നമ്പർ 3 ഇവര് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ 8 ഗോൾ വരുന്നുണ്ട്, അതില് ഇതുപോലെ 21 ടാർഗറ്റും വരുന്നുണ്ട് കേട്ടോ. അതിൽ പ്രധാനമായിട്ടുള്ള കുറച്ച് ടാർഗറ്റ്സ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് MDG കഴിഞ്ഞ് മില്ലീനിയം ഡെവലപ്മെന്റ് ഗോൾസ് കഴിഞ്ഞു. 8 ഗോൾസും 21 ടാർഗറ്റും ആയിരുന്നു MDGയിൽ ഉണ്ടായിരുന്നത്. ഇനി അതുപോലെ വരുന്നതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ. ഇനി ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് കേട്ടോ. 2015 all countries at the UN meeting agreed on a big plan called the 2030 Agenda for a Better World. 2015 യുണൈറ്റഡ് നേഷൻ ഒരു അസംബ്ലി ചലഞ്ച് എന്തായിരുന്നു എന്ന് പറഞ്ഞാല് 2030 ആവുമ്പോഴേക്കും 2030 ആവുമ്പോഴേക്കും ഒരു നല്ലൊരു ബെറ്റർ വേൾഡ് ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു ഈ ഒരു ഇവരുടെ ടാർഗറ്റ്. ഓക്കെ, 2030 അജണ്ട എന്നാണ് അവർ ആ ഒരു ടാർഗറ്റിന് ഒരു പേര് സെറ്റ് ചെയ്തത്. ഓക്കെ, ഇറ്റ്സ് എ ബിഗ് പ്ലാൻ. അത് അവർ 2015 ഇംപ്ലിമെന്റ് ചെയ്ത ഒരു പ്ലാൻ ആയിരുന്നു കേട്ടോ. ഇനി ഈ ഒരു 2030 അജണ്ട ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇതിൽ അവര് 17 ഗോളാണ് ടാർഗറ്റ് ചെയ്തത്. 17 ഗോളും 17 ഗോളില് 169 സ്മോൾ ടാർഗറ്റ്സും ആണ് ഈ ഒരു 2030 അജണ്ടയിൽ ഉണ്ടായിരുന്നത്. സോ 2030 ആവുമ്പോഴേക്കും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാതാക്കുക, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിക്കോട്ടെ, പോവർട്ടി റിലേറ്റഡ് ആയിക്കോട്ടെ, ഇത്തരം ഒരു എല്ലാ ഇഷ്യൂസും ഇല്ലാതാക്കി ഒരു ബെറ്റർ വേൾഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് യുണൈറ്റഡ് നേഷൻ ഇങ്ങനെ ഒരു 2030 അജണ്ട കൊണ്ടുവന്നത്. സോ MDGയിൽ 8 ഗോൾസ് ആയിരുന്നു, SDGയിൽ വരുന്ന 17 ഗോൾസും 169 ടാർഗറ്റ്സും ആണ് കേട്ടോ. ദീസ് ഗോൾസ് ആർ ഓൾസോ കോൾഡ് ഗ്ലോബൽ ഗോൾസ്. ഇതൊരിക്കലും ഒരു കൺട്രീന്റെ മാത്രം ആവശ്യമല്ല, എല്ലാ കൺട്രീസും ഒരുപോലെ കൈകോർത്ത് കൊണ്ടുവന്ന ഒരു ബിഗ് പ്ലാൻ ആണ് 2030 അജണ്ട. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഗ്ലോബൽ ഗോൾ എന്നും വിളിക്കാം. The main aim is to end poverty, protect the planet and make sure everyone lives in peace and has a good life by the year 2030. 2030 ആവുമ്പോഴേക്കും ദാരിദ്ര്യം അല്ലെങ്കിൽ പട്ടിണി കംപ്ലീറ്റ്ലി ഇല്ലാതാക്കുക, നമ്മുടെ പ്ലാനറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, എല്ലാ മനുഷ്യർക്കും സമാധാനത്തോടുകൂടെ നല്ല സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ കഴിയുക, ഇതെല്ലാമായിരുന്നു 2030 അജണ്ടയിലെ മെയിൻ എയിം എന്ന് പറയുന്നത്. These goals were made after lots of discussion between the governments and people around the world. അപ്പോ 2030 ആവുമ്പോഴേക്കും എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത് ഗവൺമെന്റും അതുപോലെ തന്നെ ആ രാജ്യത്തിലുള്ള ഒരുപാട് ആളുകളും തമ്മിൽ ഒരുപാട് ലോട്ട് ഓഫ് ഡിസ്കഷൻസിന് ശേഷമാണ് ഇവർ ഈ ഗോൾസ് സെറ്റ് ചെയ്തത് കേട്ടോ. ഈ ഗോൾസിലുള്ള പ്രധാനമായിട്ടുള്ള ഗോളുകളൊക്കെയാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. സോ ഈ 2030 അജണ്ടയിൽ 5P ആണ് പ്രധാനമായിട്ടും വരുന്ന. 5P ആണ് ഇവര് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന കാര്യം. ഒന്ന് പ്ലാനറ്റ് അല്ലെ, നമ്മളെ പ്ലാനറ്റിനെ സംരക്ഷിക്കണം. പീപ്പിൾ,
ആളുകൾക്ക് എല്ലാ തരത്തിലുള്ള സമാധാനവും സന്തോഷവും, പ്രോസ്പിരിറ്റി അല്ലെ, അവർക്ക് എല്ലാ തരത്തിലുള്ള സമാധാനവും സന്തോഷവും പാർട്ട്ണർഷിപ്പും ഇതെല്ലാം ഈ 5 പീസ് ആണ് ഇവർ ഉദ്ദേശിച്ചത്. 4 മേജർ കമ്പോണന്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആർ ഹ്യൂമൻ, സോഷ്യൽ, എക്കണോമിക്, എൻവയോൺമെന്റ്. ഇപ്പൊ നമുക്ക് ഇതൊന്ന് മനസ്സിലാവും. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറഞ്ഞാൽ ഓവറോൾ എല്ലാ കാര്യത്തിനെയും കൂടെ മേജർ കമ്പോണന്റ് ആക്കിയിട്ടുള്ള ഒരു ഗോളാണ് ഇത്. അതിൽ ഹ്യൂമൻസിന് വരുന്നുണ്ട്, സോഷ്യൽ കാര്യങ്ങൾ ഇവര് നേരിടുന്നുണ്ട്, എക്കണോമിക് പരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അപ്ലിഫ്റ്റ്മെന്റും ആഗ്രഹിക്കുന്നുണ്ട്, എൻവിയോൺമെന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഗോൾസിൽ അവര് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ SDG ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ഗോൾ. 2030 അജണ്ട എന്ന് പറയുന്നത് ഇപ്പോഴും നിലവിൽ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ മേജർ കമ്പോണൻസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കാര്യത്തിനെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിട്ടാണ് കേട്ടോ. ഇനി SDGന്റെ കുറച്ച് ഡെഫിനിഷൻസ് നോക്കാം. നമ്മൾ പറഞ്ഞ കാര്യമൊക്കെ തന്നെയാണ്. നമ്മൾ പറഞ്ഞു നമ്മളെ ലോക്കൽ കമ്മ്യൂണിറ്റി തൊട്ടിട്ട് നമ്മുടെ ഹോൾ ബയോസ്ഫിയർ അല്ലെങ്കിൽ പ്ലാനറ്റിന്, ഹോൾ പ്ലാനറ്ററി ബയോസ്ഫിയറിനെ വരെ കൺസിഡർ ചെയ്ത് കൊണ്ടിട്ടുള്ള കുറച്ച് ഗോൾസ് ആണ് SDGയിൽ ഉള്ളത്. ഇവരുടെ പ്രധാനമായിട്ടുള്ള എയിംസ് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് വീണ്ടും എഴുതിയിട്ടുണ്ട്. ഇനി SDGയിൽ 17 ഗോൾസ് ആണ് പ്രധാനമായിട്ടുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. ഈ 17 ഗോൾസ് മുഴുവനായിട്ടും ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല. അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കണം. അതിൽ ചില ഗോൾ, ഫസ്റ്റ് ഗോൾ ആണ് നോ പോവർട്ടി അല്ലെ, പട്ടിണി ഇല്ലാതാക്കുക, സീറോ ഹങ്കർ, നല്ലൊരു ഹെൽത്ത് ആൻഡ് വെൽബീങ് പ്രൊവൈഡ് ചെയ്യുക, ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊണ്ടുവരിക, ജെൻഡർ ഇക്വാളിറ്റി കൊണ്ടുവരിക, ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റൈസേഷൻ കൊണ്ടുവരിക, ക്ലൈമറ്റ് ആക്ഷൻസ് ഇതിനെല്ലാം നേരിടുക. അപ്പൊ ഇതെല്ലാമാണ് ഇവരുടെ ഗോൾസിൽ വരുന്നത്. ഈ പറഞ്ഞതിൽ വീണ്ടും കുറച്ച് ഗോൾസും കൂടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളെയും അല്ലെങ്കിൽ എല്ലാ ഏരിയാസിനെയും കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ഗോളാണ് SDGയിൽ സെറ്റപ്പ് ചെയ്തിട്ടുള്ള 17 ഗോൾസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ചൈൽഡ് റൈറ്റ്സ് ആൻഡ് SDG. ഇപ്പൊ നമ്മൾ SDG പറഞ്ഞു, MDG പറഞ്ഞു. ഇനി ചൈൽഡ് റൈറ്റും SDGയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കാം. The 2030 agenda is a global plan to make the future better for all the children. ഇനി പ്രധാനമായിട്ടും 2030 അജണ്ട എന്ന് പറയുമ്പോൾ കുട്ടികളെയും കൂടെ കൺസിഡർ ചെയ്ത് കൊണ്ടിട്ടാണ് കേട്ടോ. കുട്ടികൾക്ക് എല്ലാ തരത്തിലുള്ള ഒരു ബെറ്റർ ഫ്യൂച്ചർ കൊടുക്കാൻ അല്ലെ, ക്ലീൻ സാനിറ്റൈസേഷൻ, പോവർട്ടി ഇല്ലാതാക്കുക, ക്ലീൻ വാട്ടർ, ഇതെല്ലാം കുട്ടികളെയാണ് മേജർ ആയിട്ട് എഫക്ട് ചെയ്യുന്നത്. സോ കുട്ടികൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് 2030 അജണ്ട എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാൻ വന്നിട്ടുള്ളത്. ഇറ്റ് ഹെൽപ്സ് to protect children's rights and improves their lives. ഈ ഒരു 2030 അജണ്ടയോട് കൂടെ കുട്ടികളുടെ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനും അവരുടെ ഡെയിലി ലൈഫിനെ ഇംപ്രൂവ് ചെയ്യാനും എല്ലാം സാധിക്കും. The plan set clear goals that all countries should try to achieve by 2030. ഇത് ഇങ്ങനെ ഒരുപാട് ഗോൾസോ അല്ലെങ്കിൽ ടാർഗറ്റ്സോ സെറ്റപ്പ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. എല്ലാ കൺട്രീസും അംഗീകരിച്ചിട്ടുള്ള ഗോളാണ് ഇത് 2030 അജണ്ട എന്ന് പറയുന്ന ബിഗ് പ്ലാൻ. അതുകൊണ്ട് തന്നെ എവറി കൺട്രി ഈ ഒരു 2030 ആവുമ്പോഴേക്കും നമ്മുടെ ഈ ഗോൾ എല്ലാം അച്ചീവ് ചെയ്യാൻ തരത്തിലുള്ള ഇനീസിയേഷൻസ് കൺട്രീസ് എടുക്കണം അല്ലെ. പ്രൊട്ടക്ടിങ് ചിൽഡ്രൻസ് റൈറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു റീച്ച് ദീസ് ഗോൾസ്. ഇനി ഈ ഗോൾ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, കുട്ടികളുടെ റൈറ്റ്സിനെല്ലാം നമ്മൾ പ്രൊട്ടക്ട് ചെയ്തേ സാധിക്കുകയുള്ളൂ. ഇനി നമുക്കറിയാം 2030 അജണ്ട 2030 ആയിട്ടില്ല. നമ്മളിപ്പോ കറന്റ്ലി എന്താ പറയാ 2026 ഉള്ളത് അല്ലെ. അപ്പൊ 2030 ആവാനിരിക്കെ ഇത്രയും കാലത്തിനൊടുവിൽ എന്തൊക്കെ പ്രോഗ്രസ് ഉണ്ടായി എന്ന് നോക്കിയാലോ. സിൻസ് 2015 there has been some good progress. 2015 വരെ ഈ ഒരു 2030 അജണ്ട വളരെ നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു പ്രോഗ്രസ് അതിലുണ്ടായിരുന്നു. ചിൽഡ്രൻ ആർ ഹെൽത്തിയർ ആൻഡ് സ്റ്റേ ഇൻ സ്കൂൾ ലോങ്ങർ. കുട്ടികൾ വളരെ ഹെൽത്തിയർ ആയിട്ട് വളരാനും അല്ലെങ്കിൽ സ്കൂളിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാനും ബേസിക് എഡ്യൂക്കേഷൻ എല്ലാ കുട്ടികൾക്കും കിട്ടുന്നൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. ദ ഡെത്ത് റേറ്റ് ഓഫ് ചിൽഡ്രൻ അണ്ടർ 5 years old dropped to 39 deaths per 1000 birth in 2017. അതായത് കുട്ടികളുടെ മോർട്ടാലിറ്റി റേറ്റിൽ അല്ലെങ്കിൽ മരണനിരക്ക് എന്ന് പറയുന്നത് 2017 ആയപ്പോഴേക്കും വളരെ നന്നായി താഴ്ന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം നമ്മളൊരു കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ 1000 കുട്ടികൾ ജനിക്കുന്നുണ്ടെങ്കിൽ അതിൽ 39 മരണങ്ങൾ മാത്രമേ സംഭവിക്കുന്നുണ്ടായിരുന്നു. സോ 2015 ഒക്കെ ആകുമ്പോഴേക്കും നല്ലൊരു പ്രോഗ്രസ് ആക്ച്വലി 2030 അജണ്ടയിൽ കണ്ടുവരുന്നുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ നമ്മൾ ഒരുപാട് ചാലഞ്ചസും കൂടെ ഫേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിലെന്തൊക്കെയാണ് മേജർ ചാലഞ്ച്? പ്രോഗ്രസ് സ്റ്റിൽ സ്ലോ ആൻഡ് മെനി പ്രോബ്ലംസ്
മസ്റ്റ് കണ്ടിന്യൂ. നമുക്കറിയാം ഒരു 2030 അജണ്ടയിൽ എല്ലാ കൺട്രീസിലും നടക്കാന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള കാര്യമൊന്നും അല്ല. പ്രോഗ്രസ് ഉണ്ടെങ്കിൽ പോലും ഒരുപാട് പ്രോബ്ലംസ് ഇതിന്റെ ഇടയിൽ വരാൻ ചാൻസ് ഉണ്ട്. പ്രോബ്ലംസ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഒബ്വിയസ്ലി നമ്മുടെ പ്രോഗ്രസ് അവിടെ സ്ലോ ആവും അല്ലെ? സോ പ്രശ്നങ്ങൾ എന്തായാലും സ്റ്റിൽ നേരിടുന്നുണ്ട് പല കൺട്രീസും. വാർസ്, എൻവയോൺമെന്റൽ ഇഷ്യൂസ്, മണി പ്രോബ്ലംസ് ആൻഡ് ഹെൽത്ത് ക്രൈസിസ് ഹേർട്ട് ചിൽഡ്രൻസ് റൈറ്റ്. നമുക്കറിയാം ഈ നമ്മുടെ ചുറ്റും നടക്കുന്ന ഈ യുദ്ധങ്ങൾ അല്ലെ, എൻവയോൺമെന്റൽ ഇഷ്യൂസ് ലൈക്ക് എർത്ത് ക്വാക്സ് ആയിക്കോട്ടെ, ഫ്ലഡ് ആയിക്കോട്ടെ, ഇത്തരം ഒരുപാട് പ്രശ്നങ്ങളെല്ലാം ഇതിന്റെ ഇടയിൽ വരുമ്പോൾ പല കൺട്രീസിനും അവരുടെ എല്ലാ ഗോൾസിനെയും സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിച്ചോളണം എന്നില്ല. മണി പ്രോബ്ലം ഇസ് എ വെരി ബിഗ് തിങ് അല്ലെ. സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കി നമ്മൾ ഈ പറഞ്ഞ ഗോളുകളെല്ലാം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ പലതരത്തിലുള്ള ഇഷ്യൂസ് പല കൺട്രീസും നേരിടുന്നുണ്ട്. മെനി ചിൽഡ്രൻ സഫർ ഫ്രം വയലൻസ്, അൺഫെയർ ട്രീറ്റ്മെന്റ് ആൻഡ് ബീങ് ലെഫ്റ്റ് ഔട്ട്. പല കുട്ടികളും എന്താ പറയാ വയലൻസ് നേരിടുന്നുണ്ട്, അൺഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, ലെഫ്റ്റ് ഔട്ട് ആവുന്ന സാഹചര്യങ്ങള്, കുട്ടികള് വളരെ ഹീനസ് ആയിട്ടുള്ള ക്രൈമിലെല്ലാം ഇടപെടുന്ന ലൈക്ക് എന്താ പറയാ ഇൻക്ലൂഡഡ് ആവുന്ന പല സിറ്റുവേഷൻസും നമ്മുടെ കൺട്രീസിൽ നടക്കുന്നുണ്ട്. ഓവർ ഹാഫ് ഓഫ് ദി ചിൽഡ്രൻ ആൻഡ് ടീൻ സ്ട്രഗിൾ വിത്ത് റീഡിംഗ് ആൻഡ് മാത്ത്. ഇനി നമ്മൾ എഡ്യൂക്കേഷനിൽ വരികയാണെങ്കിലോ എന്താ പറയാ കുട്ടികളിൽ കണക്കെടുക്കുകയാണെങ്കിൽ പകുതിയോളം കുട്ടികൾ ഇപ്പോഴും മാത്തമെറ്റിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ ഒരുപാട് ഇഷ്യൂസ് നേരിടുന്നുണ്ട്. റീഡ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിൽ പ്രോഗ്രസ് ഉണ്ടെങ്കിൽ പോലും പ്രോഗ്രസ് സ്ലോ ആണ്. പലതരത്തിലുള്ള പ്രോബ്ലംസ് ചാലഞ്ചസ് ആയിട്ട് ഇവർ ഫേസ് ചെയ്യുന്നുണ്ട് കേട്ടോ 2030 അജണ്ടയിൽ. ഇനി 2030 അജണ്ടന്റെ വേറെ കുറച്ച് കീ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ചിൽഡ്രൻ ഫേസ് മോർ പോവർട്ടി ആൻഡ് ഹെൽത്ത് പ്രോബ്ലംസ് ദാൻ അഡൾട്ട്സ്. 2030 അജണ്ട ആസ്ക് countries to protect and fulfill children's rights. നമുക്കറിയാം 2030 അജണ്ട ഏറ്റവും കൂടുതൽ കുട്ടികളുടെ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ 2030 അജണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യങ്ങൾ. കാരണം നമുക്കറിയാം കുട്ടികളാണ് ഏറ്റവും കൂടുതൽ പോവർട്ടി അല്ലെങ്കിൽ ഹെൽത്ത് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നത് അഡൽട്സിനെ വെച്ച് നോക്കുമ്പോൾ. സോ 2030യുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നതും കുട്ടികളുടെ റൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇറ്റ് കണക്ട്സ് ചിൽഡ്രൻസ് റൈറ്റ്സ് ടു ഹ്യൂമൻ റൈറ്റ് ആൻഡ് ഡെവലപ്മെന്റൽ ഗോൾസ്. ഇൻ 2017 the UN report focused on protecting children right while reaching the 2030 goal. അതായത് 2017 UN അസംബ്ലി കൂടിയപ്പോ അവർ ഏറ്റവും കൂടുതൽ 2030 ഗോൾസിൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് അല്ലെങ്കിൽ അവർ ഫോക്കസ് ചെയ്തത് കുട്ടികളുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഓക്കെ, എ സ്പെഷ്യൽ ചൈൽഡ് റൈറ്റ് ബേസ്ഡ് അപ്രോച്ച് ഈസ് നീഡഡ് ടു മേക്ക് ഷുവർ നോ ചൈൽഡ് ഇസ് ലെഫ്റ്റ് ബിഹൈൻഡ്. സോ അന്ന് അവർ ആ മീറ്റിംഗ് കൂടിയപ്പോൾ അവരൊരു തീരുമാനം എടുത്തു. നമ്മുടെ ചൈൽഡ് റൈറ്റിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനെ അപ്രോച്ച് ചെയ്യാൻ നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വേണം. ഒരു കുട്ടിയും ലെഫ്റ്റ് ആവുന്നില്ല അല്ലെങ്കിൽ ഒരു കുട്ടീനെയും കൺസിഡർ ചെയ്യാത്ത ഒരു കേസ് വരാൻ പാടില്ല എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ 2019 countries agreed to work together more strongly for children's right and sustainable development. 2019 ആയപ്പോഴേക്കും എല്ലാ കൺട്രീസും എന്ത് ചെയ്തു? അവരെല്ലാവരും എഗ്രി ചെയ്തു. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈകോർത്ത് വർക്ക് ചെയ്യാം, കുട്ടികളുടെ റൈറ്റ്സിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് വർക്ക് ചെയ്യാം എന്നുള്ളത് 2019 ആയപ്പോഴേക്കും എല്ലാ കൺട്രീസും തീരുമാനിച്ചിരുന്നു കേട്ടോ. ഇനി ഈ ചൈൽഡ് റൈറ്റ് പ്രിൻസിപ്പിൾസ് മസ്റ്റ് ഗൈഡ് ഓൾ ഡെവലപ്മെന്റൽ പോളിസി ആൻഡ് പ്രോഗ്രാംസ്. ഇനി നമുക്കറിയാം കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസിന്റെ ആവശ്യകത വളരെയധികം ഉണ്ട്. ഇത്തരം പോളിസി പ്രോഗ്രാംസ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൂടെ മാത്രമേ ചൈൽഡ് റൈറ്റ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എ ചൈൽഡ് റൈറ്റ് ബേസ്ഡ് അപ്രോച്ച് എൻഷുവർ ഫുൾ റെസ്പെക്ട് ഫോർ ചിൽഡ്രൻസ് റൈറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. നമ്മളൊരു ചൈൽഡ് റൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസിഷൻ മേക്കിംഗിൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം, അല്ലെങ്കിൽ കുട്ടികൾക്ക് അതിലൊരു സ്ഥാനം കൊടുക്കണം. ഡിസിഷൻ മേക്കിംഗ് കുട്ടികൾക്കും ചെയ്യാൻ കഴിയും. സോ അതിൽ കുട്ടികളുടെ റൈറ്റ്സിനെ നമ്മൾ ഫുൾ റെസ്പെക്റ്റോട് കൂടെ തന്നെ
കാണണം. ചിൽഡ്രൻ ആസ് ഏജന്റ്സ് ഓഫ് ചേഞ്ച് മീൻസ് റെക്കഗ്നൈസിങ് ദെയർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ സൊസൈറ്റി. അപ്പൊ കുട്ടികൾക്കും നമ്മുടെ സൊസൈറ്റിയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനും അവർക്കൊരു ചേഞ്ചിങ് ഏജന്റ് ആവാനും സാധിക്കും എന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ലീവിങ് നോ ചൈൽഡ് ബിഹൈൻഡ് ഫോക്കസസ് ഓൺ ഇക്വാലിറ്റി, നോൺ ഡിസ്ക്രിമിനേഷൻ ആൻഡ് പ്രയോറിറ്റൈസിങ് വൾണറബിൾ ചിൽഡ്രൻ. ഒരു കുട്ടീനെയും നമ്മൾ ലീവ് ചെയ്യുന്നില്ല അല്ലെ. ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ലീവിങ് നോ ചൈൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എന്തിനെയാണ്? ഈക്വാളിറ്റി. എല്ലാ കുട്ടികൾക്കും ഈക്വാലിറ്റി വേണം, ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാൻ പാടില്ല, കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങളെയും കൺസിഡർ ചെയ്യണം എന്നുള്ളതെല്ലാം ആയിരുന്നു. സോ നമ്മള് കുട്ടികള് ആൻഷ്യൻ ടൈം തൊട്ട്, നമ്മുടെ മിഡീവൽ ഏജ് തൊട്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷ് കാലഘട്ടങ്ങൾ തൊട്ട് തന്നെ കുട്ടികൾ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതിനെയെല്ലാം മാക്സിമം എന്താ പറയാ ഇറാഡിക്കേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിനൊരു കടിഞ്ഞാണിടാനും നമ്മുടെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും ഒരുപാട് ഇനീഷ്യേഷൻസ് എല്ലാം വന്നിട്ടുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്. ഗവൺമെന്റ് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഈ 2030 അജണ്ട എല്ലാം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് തന്നെയാണ്. സോ അതിലും ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരിക്കും, പ്രോഗ്രസ്സും ഉണ്ടായിരിക്കും. കാരണം നമുക്കറിയാം നമ്മൾ ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ലോകത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും വരാം. സോ മാക്സിമം അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ആയിക്കോട്ടെ, കോൺസ്റ്റിറ്റ്യൂഷന്റെ സൈഡിൽ നിന്ന് ആയിക്കോട്ടെ വരുന്നുണ്ട്. സ്റ്റിൽ ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഇപ്പോഴും പലതരത്തിലുള്ള ഇഷ്യൂസ്, അത് എന്താ പറയാ ജോബ് ബേസ്ഡ് ആയാലും വയലേഷൻസ് ആയാലും അബ്യൂസുകളായാലും സ്റ്റിൽ നേരിടുന്നുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടമുണ്ട്. സോ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ചൈൽഡ് റൈറ്റിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായില്ലേ. കാരണം അത്രയും ലോ ആൻഡ് പോളിസീസ് ആണ് ചൈൽഡ് റൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റുമുള്ളത്. സ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതുമാണ് വാസ്തവം. സോ നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഹിസ്റ്ററി തൊട്ടേ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ സാധിച്ചു അല്ലെ. അപ്പൊ ഇതോടുകൂടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത്. 2 സെഷനാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത് കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോണ്ടാക്ട് ചെയ്യുക, ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു. Second.